വെൽക്കം സ്റ്റുഡൻസ്. പോളിടെക്നിക് ഫിസിക്സ് 2021 റിവിഷനിലെ അപ്ലൈഡ് ഫിസിക്സ് 2-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 3 ആണിത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീലിയം നിയോൺ ലേസറിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെല്ലാം തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഹീലിയം നിയോൺ ലേസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മസ്റ്റായിട്ടും പഠിക്കണം. പിന്നെ ഇതിനൊരു ഡയഗ്രം ഉണ്ട്, ഡയഗ്രത്തിന് 2 മാർക്ക് കിട്ടും. അതുപോലെ അതൊന്ന് ഡിസ്ക്രിപ്ഷൻ നടത്തുന്നതിന് 2 മാർക്ക്, പിന്നെ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ പറയുന്നതിന് 3 മാർക്ക്, അങ്ങനെ ടോട്ടൽ 7 മാർക്കാണ് ഈ ഒരു എസ്സേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് ഇത്തവണത്തെ എക്സാമിനും ഇത് ആവർത്തിക്കുമെന്ന് നമുക്ക് കരുതാം. അപ്പോൾ അതിലേക്ക് കിടക്കുകയാണ്. ആദ്യമേ തന്നെ ഇതിൻ്റെ ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കി, ഇതൊരു ഇപ്പോൾ ഈ ഒരു ഡയഗ്രം ഇതിപ്പോൾ ഞാൻ വരച്ചപ്പോൾ ചെരിഞ്ഞു പോയതാണ്, നിങ്ങൾ നേരെ തന്നെ വരയ്ക്കണം. അതായത് ഒരു ട്യൂബാണ്, ഒരു ഡിസ്ചാർജ് ട്യൂബാണ്. ആ ഡിസ്ചാർജ് ട്യൂബിൻ്റെ 2 സൈഡിലായിട്ട് 2 മിറേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ M1 എന്ന് പറയുന്ന മിറർ കംപ്ലീറ്റ്ലി എന്താ പറയുക, റിഫ്ലക്റ്റിംഗ് മിററാണ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം ഫുള്ളി സിൽവേർഡ് മിറർ. പിന്നെ ഇവിടെയായിട്ടൊരു മിററുണ്ട്, M2 എന്നാണ് അതിന് ലേബൽ ചെയ്തിരിക്കുന്നത്. M2 എന്ന് പറയുന്ന മിറർ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിററാണ്, അല്ലെങ്കിൽ പാർഷ്യലി സിൽവേർഡ് മിററാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് ലൈറ്റ് റൈസ് ഒന്നും കിട്ടത്തില്ല, ഇതുവഴിയാണ് നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. അതായത് നമുക്ക് ലേസറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ, അല്ലേ? അപ്പോൾ ലേസർ ലൈറ്റ് M2 വഴിയാണ് അത് എമിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ട്യൂബിൻ്റെ അകത്തേക്ക്, ഇത് ഏകദേശം ഒരു 50 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ട്യൂബാണ്, 50 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്, ഇതൊരു ഗ്യാസ് ലേസറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് ഹീലിയത്തിൻ്റെയും നിയോണിൻ്റെയും ഒരു മിക്സ്ചറാണ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 2 ഡിസ്ചാർജ് ഇലക്ട്രോഡ്സും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയാണ്, അതായത് ഹീലിയം നിയോൺ ഗ്യാസ് ലേസറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാമെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെയുണ്ട്, ക്വസ്റ്റനിൽ തന്നെയുണ്ട്. അതിൽ നമ്മൾ ഒന്നാമത് എഴുതേണ്ട പോയിൻ്റ് എന്താണ്? ഇറ്റ്സ് എ ഗ്യാസ് ലേസർ എന്നുള്ളതാണ്. ഇനി ഇതിനകത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താണ്? മിക്സ്ചർ ഓഫ് ഹീലിയം ആൻഡ് നിയോൺ. അതിൻ്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, 10:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഹീലിയവും നിയോണും മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡിസ്ചാർജ് ട്യൂബ്, അല്ലെ? നമ്മൾ പറഞ്ഞു ഇതൊരു ട്യൂബാണ്, ഒരു 50 സെൻറ്റിമീറ്റർ നീളമുള്ള. അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ഡിസ്ചാർജ് ഇലക്ട്രോഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മിറേഴ്സ് ഉണ്ട്. M1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുള്ളി സിൽവേർഡ് മിററാണ്. M2 എന്ന് പറഞ്ഞാൽ പാർഷ്യലി സിൽവേർഡ് മിററാണ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഹൈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ ഹീലിയം നിയോൺ മിക്സ്ചർ അല്ലെങ്കിൽ അതിൻ്റെ ആറ്റവുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു, ട്യൂബിലെ ആറ്റവുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു, ഇലക്ട്രോൺസ് ആറ്റംസുമായിട്ട്, ട്യൂബിലുള്ള ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയേണ്ടത് ഹീലിയവും നിയോണും ആണുള്ളതല്ലേ? അപ്പോൾ ഹീലിയം ആറ്റമാണ് ആദ്യം എക്സൈറ്റഡ് ആകുന്നത്. അപ്പോൾ എക്സൈറ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലോട്ട്, കാരണം ഇതിനൊരു എനർജി കിട്ടുന്നുണ്ടല്ലോ. ഈ ഇലക്ട്രോൺസ് വന്ന് ഇതിലേക്ക് കൊളൈഡ് ചെയ്യുകയാണ്, അപ്പോൾ അതിന് എനർജി കിട്ടുന്നു. അപ്പോൾ ഹീലിയം ആറ്റം എന്ത് ചെയ്യുന്നു? ഒരു ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതിനെയാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഹീലിയം ആറ്റം എക്സൈറ്റഡ് ഫസ്റ്റ്. ഇനി അതെന്ത് ചെയ്യുന്നു? ഹീലിയം ആറ്റം ഡീ എക്സൈറ്റ് ചെയ്യുന്നു. അതായത് ആ എനർജി കൂടിയ സ്റ്റേറ്റിൽ നിന്ന് എനർജി കുറഞ്ഞ സ്റ്റേറ്റിലേക്ക് അത് തിരികെ വരികയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? തൻ്റെ കയ്യിലുള്ള എനർജി അത് റിലീസ് ചെയ്യും, അല്ലേ? അപ്പോൾ ആ എനർജി ആർക്കാണ് കൊടുക്കുന്നത്? നിയോൺ ആറ്റംസിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഈ സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഹീലിയം ആറ്റം ഡീ എക്സൈറ്റഡ് ആൻഡ് എനർജി ഇമ്പാർട്ടഡ് ടു ദി നിയോൺ ആറ്റംസ്. ഇനി ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? നിയോൺ ആറ്റംസിൻ്റെ അതായത് പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കുന്നു. അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ നിയോൺ ആറ്റത്തിൻ്റെ എണ്ണം കൂടുന്നു ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക്. അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുക. ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ ആറ്റം എവിടെയാണ് ഉണ്ടാകുന്നത്? എക്സൈറ്റഡ് സ്റ്റേറ്റിലാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ. അപ്പോൾ അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുകയാണ്. പോപ്പുലേഷൻ ഇൻവേർഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക? സ്പോണ്ടേനിയസ് അല്ല, സ്റ്റിമുലേറ്റഡ് എമിഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സ്പോണ്ടേനിയസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, സ്റ്റിമുലേറ്റഡ് എമിഷനാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അതൊന്ന്
തിരുത്തി എഴുതുക കേട്ടോ. സ്പോണ്ടേനിയസ് എമിഷനല്ല, സ്റ്റിമുലേറ്റഡ് എമിഷനാണ് അവിടെ നടക്കുന്നത്. സ്റ്റിമുലേറ്റഡ് എമിഷനാണ്. ലേസറിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ എന്താണ്? സ്റ്റിമുലേറ്റഡ് എമിഷനാണ് അല്ലേ. ലേസറിൻ്റെ ഫുൾ ഫോം എന്താണ്? ലേസറിൻ്റെ ഫുൾ ഫോം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ്. സോ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നു. അതിനുശേഷം ലേസർ എന്ത് ചെയ്യുന്നു? M2 എന്ന് പറയുന്ന മിററിൽ കൂടി അത് എമിറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഹീലിയം നിയോൺ ലേസറിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പോണ്ടേനിയസ് എമിഷൻ എന്നുള്ളത് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്യുക, അത് സ്റ്റിമുലേറ്റഡ് എമിഷനാണ്. ഓക്കെ, ഇനി അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. നമ്മൾ ചില സീഷ്യം പോലുള്ള ചില മെറ്റൽസിലേക്ക് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടുന്നു. ഈ ഒരു ഫിനോമിനു പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ അതിൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് റിലേറ്റഡ് ടു ലൈറ്റ് അല്ലേ. ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസ് അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ ആണല്ലോ നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്നൊക്കെ പറയുന്നത്. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് വെൻ എ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി. സ്യൂട്ടബിൾ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്, അതിന് നമ്മൾ μ0 എന്ന് പറയും. ഇതിന് പറയുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ആ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് മെറ്റലിൽ വന്ന് പതിച്ചാൽ മാത്രമേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുത്തുള്ളൂ. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെങ്കിൽ അവിടെ ഒരു മിനിമം ഫ്രീക്വൻസി വേണം. അതെന്താണ്? ത്രഷോൾഡ് ഫ്രീക്വൻസി. ആ ത്രഷോൾഡ് ഫ്രീക്വൻസിയിൽ കൂടുതൽ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന ഒരു മെറ്റലിൽ പതിക്കുമ്പോഴാണ് അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്നത്. അപ്പോൾ നോക്കിയേ, വെൻ എ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇൻസിഡൻറ്റ് ഓൺ സം മെറ്റൽ സർഫസ് ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം ഇറ്റ്. ഇങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു ഇലക്ട്രോൺസിന് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഇനി ഇതിൻ്റെ 3 ലോസ് ഉണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് 3 ലോസാണ്. ഒന്നാമത്തത് എന്താണ്? ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു ഫ്രീക്വൻസിയിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കില്ല. ത്രഷോൾഡ് ഫ്രീക്വൻസി μ0 എന്ന് പറയുന്ന ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ട്. ആ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റിൽ മാത്രമേ ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കത്തുള്ളൂ. സോ ഇറ്റ് ഈസ് ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ്. അതുപോലെ തന്നെ ഫോട്ടോ കറണ്ട്, അതായത് ഇവിടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ ഫോട്ടോ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫിനോമിനൻ എന്താണ്? ഇത് ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എമിറ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോൺസും കൂടുന്നു. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ്, ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി അടുത്തതാണ് ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സാണ്. അതായത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലുള്ള ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് ഈ മെറ്റലിലേക്ക് വന്ന് പതിക്കുന്നു, അപ്പോൾ തന്നെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടൈം ലാഗ് ഇല്ല. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഐൻസ്റ്റീൻ ഇക്വേഷൻസ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് അടുത്തത് നോക്കാൻ പോകുന്നത്. ഐൻസ്റ്റീൻ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി ഉപയോഗിച്ചിട്ടാണ്. അതായത് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി പറയുന്ന ഇതാണ്: ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. അതായത് ആ ഒരു എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് ക്വാണ്ട അല്ലെങ്കിൽ ഫോട്ടോൺ. അപ്പോൾ ഒരു ഫോട്ടോണിൻ്റെ എനർജിയാണ് hν എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എനർജി ഓഫ് എ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? E is equal to hν, where h is the Planck's constant and nu is the frequency of the light. അപ്പോൾ E is equal to hν എന്ന് പറയുന്ന എനർജിയിലുള്ള ഒരു ലൈറ്റ് എന്താണ്? മെറ്റലിലേക്ക് വന്ന് പതിക്കുന്നു. ഓക്കെ, ഒരു മെറ്റലിലേക്ക് വന്ന് പതിക്കുന്നു. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് 2 കാര്യങ്ങൾക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. കാരണം മെറ്റലിലേക്ക് വന്ന് പതിക്കുമ്പോഴത്തേക്കും ഇലക്ട്രോൺസ് ആ മെറ്റലിൽ നിന്ന് ജസ്റ്റ് റിമൂവ് ആകണം. അങ്ങനെ ആ റിമൂവ് ചെയ്യുന്ന ആ ഒരു എനർജി, അതിന് നമ്മൾ പറയുന്ന പേരാണ് വർക്ക് ഫങ്ഷൻ. വർക്ക് ഫങ്ഷൻ്റെ ഇക്വേഷനാണ് hν0. ഈ μ0 എന്താണ്? ത്രഷോൾഡ് ഫ്രീക്വൻസി. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെങ്കിൽ ഒരു മിനിമം ഫ്രീക്വൻസി, ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസി വേണമെന്ന്. അപ്പോൾ ആ ത്രഷോൾഡ് ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഇലക്ട്രോൺസ് അവിടെ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നു. ഇനി ബാക്കി എനർജി ഉണ്ടല്ലോ, ആ എനർജി എന്തിനാണ് യൂസ് ചെയ്യുന്നത്?
ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടാണത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം E=H nu എന്ന് പറയുന്ന ടോട്ടൽ എനർജിയാണ് മെറ്റൽ സർഫസിലേക്ക് വരുന്നത്. ആ എനർജി രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, ഇലക്ട്രോൺസിനെ മെറ്റലിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അതിന് പറയുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. അതിൻ്റെ ഇക്വേഷനാണ് H nu 0. ഇനി ബാക്കിയുള്ള എനർജി എന്താണ്? ഈ ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? 12mv². സോ ടോട്ടൽ എനർജി H nu ആണ്. അത് രണ്ട് എനർജി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? H nu 0 + 12mv². സോ ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 ആപ്ലിക്കേഷൻ, അതുപോലെ സോളാർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 ആപ്ലിക്കേഷൻ അതുകൂടി നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ പഠിച്ചു വെക്കുക. കാരണം ഇത് രണ്ടും പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് സോളാർ സെൽ. അപ്പം മിനിമം ഒരു 3 ആപ്ലിക്കേഷൻസ് എങ്കിലും നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക.